ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ CS രാഹുലിനെ വരട്ടിക്കൊണ്ടിരിക്കുക. നീയേ എന്നെ എൻ്റെ ഭാര്യയും തമ്മിൽ പിരിക്കാൻ നോക്കിയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും തമ്മിൽ നിനക്കിനി പിരിക്കാൻ പറ്റില്ലടാ. അവരെ എന്നോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, മനസ്സിലായോ? എൻ്റെ സേന, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഇതുവരെ കല്യാണിയെ കൊല്ലാനൊന്നും ചെയ്തിട്ടില്ല. നിർത്തടാ നിന്റെ അഹങ്കാരം പറിച്ചിൽ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ എല്ലാം ചെയ്യുകയാണെന്ന് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്നും നമ്മുടെ CS അത് കേട്ടതും രാഹുൽ, ഈശ്വര ഞാനൊന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ എന്നെ എങ്ങനെയിട്ട് പറയുന്നേ? ദേ ചന്ദ്രസേന, സത്യമായിട്ടും ഞാനൊന്നും ചെയ്തില്ല. എടാ നീയേ കിരണിൻ്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചോളാൻ കിരണിനോട് പറഞ്ഞൊന്നും ഞാൻ അറിഞ്ഞല്ലോ. എന്തിനാടാ അത് പറഞ്ഞത്? അത് കേട്ടതും അത് പിന്നെ അതെല്ലാം കിരണിന് അർഹതപ്പെട്ടതാന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. എടാ നുണയാ എന്നും പറഞ്ഞുകൊണ്ട് ഒടിഞ്ഞ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിക്കുക. എന്നിട്ട് ആ കൈയുടെ ബാൻഡേജ് പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കിയെടുക്കുക. അയ്യോ സേന, എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് വേദനിക്കുന്നു. നീ ഇങ്ങനെ കിടന്ന് അനുഭവിക്കും. ഇതുപോലെ നിന്നെ ഞാൻ ഇനിയും ഇടിച്ച് ചതച്ചിടും, മനസ്സിലായോ? നീ എൻ്റെ പുറകെ ആൾക്കാരെ വിടുമ്പോൾ നിൻ്റെ പുറകെ ആൾക്കാർ അതിനേക്കാൾ കൂടുതലുണ്ടെന്നൊന്ന് ചിന്തിക്കണം, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് CS അവിടെ ഒന്നും പോവുക. CS പോയി കഴിഞ്ഞതും രാഹുൽ ഒന്ന് ശ്വാസം വിടുക. എൻ്റെ അമ്മോ, പേടിച്ചും പോയി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയോട് CS പറയുക, ഞാൻ പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടുണ്ട് രൂപേ. അവൻ ഇനി മേലെ തൻ്റെയോ എൻ്റെയോ പിന്നെ നമ്മുടെ മക്കളുടെയോ ജീവിതത്തിൽ കയറി കളിക്കില്ല. പറയാൻ പറ്റില്ല ചന്ദ്രേട്ടാ, എന്തൊക്കെ ചെയ്താലും അവൻ അടങ്ങില്ല. കല്യാണി മോളെ കൊല്ലണമെന്നുള്ള അവൻ്റെ ഒറ്റൊരാഗ്രഹം, അതെന്തായാലും അവനത് അവസാനിക്കുന്നത് വരെയും ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് സൂക്ഷിക്കണം ചന്ദ്രേട്ട, സൂക്ഷിക്കണം. ഞാൻ തന്നോടും അത് തന്നെ പറയുന്നത്. താനും കല്യാണി മോളും ഒക്കെ സൂക്ഷിക്കണം. പിന്നെ എനിക്കെന്തായാലും ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? തൻ്റെ പ്രാർത്ഥന എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ട്. എന്തായാലും അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കല്യാണിമോളുടെ കാര്യത്തിൽ എനിക്ക് പേടി. കല്യാണിമോൾക്കും ഒന്നും സംഭവിക്കില്ല ചന്ദ്രേട്ടാ, നമ്മളൊക്കെ ഇല്ലേ മോളുടെ കൂടെ. അതേടോ, അത് തന്നെയാണ് എൻ്റെയും വിശ്വാസം. എന്തായാലും താൻ ധൈര്യമായിട്ടിരിക്കേ, ഒന്നും സംഭവിക്കില്ല. അവൻ്റെ കരണം അടിച്ച് രണ്ട് കൊടുക്കായിരുന്നില്ലേ? സത്യം പറഞ്ഞ എൻ്റെ ഏട്ടത്തിന്ന് പറയുന്നവളാ എല്ലാത്തിനും കാരണക്കാരി. എനിക്കറിയാൻ രൂപേ. അങ്ങനെ അവൾ അത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അവൻ തന്നെയായിരിക്കും, ആ രാഹുൽ. അപ്പം പിന്നെ അവനുള്ളത് കൊടുത്തല്ലേ പറ്റൂ. അത് ശരിയാ. എന്തായാലും ചന്ദ്രേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അവനിട്ട് തന്നെ കൊടുത്താലേ അവൻ്റെ വീട്ടുകാരൊന്ന് അടങ്ങും. എന്തായാലും ഇനി അവൻ അത്ര പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല. കിടക്കുന്നിടത്തൊന്നും എഴുന്നേറ്റാലല്ലേ അവന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെ ചന്ദ്രേട്ട, അവൻ്റെ മനസ്സിലിരിപ്പ് മുഴുവനും അങ്ങനെയാണ്. കിരണിനെയും കല്യാണിയെയും തമ്മിൽ പിരിച്ചിട്ട് കിരണിനെയും സരയുനെയും തമ്മിൽ ഒന്നിപ്പിക്കണം. അതുകൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പാടില്ല ചന്ദ്രേട്ട. നടക്കില്ലടോ. താൻ ധൈര്യമായിട്ട് വണ്ടി കയറ്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ വണ്ടി കയറി പോവുകയാണ്. ഈ സമയം രൂപ നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ രാഹുൽ നീണ്ടു നിവർന്ന് അങ്ങോട്ടും തിരിയാൻ വയ്യ ഇങ്ങോട്ടും തിരിയാൻ വയ്യാത്ത അവസ്ഥ കിടക്കുക. അപ്പോൾ രൂപ മനസ്സിൽ പറയുക, ഇവനിങ്ങനെ ജീവിതകാലം മുഴുവനും കിടന്നിരുന്നെങ്കിൽ വലിയ ആശ്വാസമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രൂപ അങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് അകത്തേക്ക് കയറിച്ചില്ല. അപ്പോൾ രാഹുൽ രൂപയെ കണ്ടു. നീയൊന്ന് വന്നിരുന്നെങ്കിലോ എന്ന് ആലോചിച്ച സമയത്ത് രൂപേ നീ എത്തിയത്. എന്തായാലും ആശ്വാസമായി. നീ എങ്കിലും ഒന്ന് വന്നല്ലോ. സമാധാനത്തോടെ രണ്ട് വർത്തമാനം പറയാൻ നീ മാത്രമേ ഉള്ളൂ എനിക്ക്. അത് കേട്ടതും, നിനക്ക് സമാധാനത്തോടെ വർത്തമാനം പറയാനല്ലടാ, എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം എന്താ ഏട്ടാ, എന്നാലും ആരാ ഇത്രയും വലിയ ക്രൂരത ഏട്ടനോട് ചെയ്തത്? വേറെ ആര്? ആ ചന്ദ്രസേനൻ്റെ ആൾക്കാരാ രൂപേ? ചന്ദ്രസേനൻ്റെ ആൾക്കാരോ? ആ ദുഷ്ടനെ കൊണ്ട് വല്ലാത്ത ശല്യമാണല്ലോ ഏട്ടാ. അത് തന്നെയാണ് രൂപ എനിക്ക് മനസ്സിലാകാത്തത്. അവൻ എന്തിനാ കൂടെ എന്നെ ഇങ്ങനെ തല്ലുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല രൂപേ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. സത്യം പറയാലോ, ഇപ്രാവശ്യം കല്യാണിയെ കൊല്ലാൻ ഞാനല്ല ആളെ വിട്ടത്. അതിലെനിക്ക് ഒരു അറിവുമില്ല ഏട്ടാ. എന്തായാലും ആ ചന്ദ്രസേനോട് ഞാൻ പോയി ചോദിക്കട്ടെ? വേണ്ട. അങ്ങനെ നീ ചോദിച്ചാ വീണ്ടും അവൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ തല്ലും. അതുകൊണ്ട് നീ ചോദിക്കേണ്ട രൂപേ. സാരമില്ല, കിട്ടിയ അടി ഇതോടുകൂടെ ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇനി വേദന സഹിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ പറയാം. എന്നാലും ഏട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ രൂപേ? എല്ലാം എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ടാ രൂപേ. എൻ്റെ സരയുമുള്ള ജീവിതം അതാകെ താറുമാറായി പോകുമല്ലോ എന്ന് ഓർത്തിട്ടാ എൻ്റെ സങ്കടം. അവൾക്ക് എന്താ കുഴപ്പം?
ആ മനോഹറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ, അത് തന്നെയാണ് കുഴപ്പം. ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടപ്പുണ്ട്. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. നീ വിചാരിച്ചത് നടക്കും. ദേ ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട. ഈ ലോകം തന്നെ കാണാത്ത ആ കുഞ്ഞ് എന്ത് പഴിച്ചു? ആ കുഞ്ഞിനോട് എന്തിനാ ഈ ക്രൂരത? ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന എന്തിനാ? തെറ്റ് ചെയ്ത് മനോഹറും സരയും അല്ലേ, അവരെ ശിക്ഷിച്ചാൽ പോരെ? അത് കേട്ടതും എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ്റെ കാട്ടായം കണ്ട് അവനെ സ്നേഹിച്ചു, അത്രയേ ഉള്ളൂ. അവൻ്റെ സ്നേഹപ്രകടനം അതുപോലെ ആയിരുന്നല്ലോ. വന്ന കാലങ്ങളിൽ ഞാനും അത് കണ്ടതാണ്. അത്രേ എൻ്റെ മോള് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിലും സ്വന്തം മോളെ കുറ്റം പറയാൻ നിനക്ക് പറ്റില്ലെന്ന് എനിക്കറിയാടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ആലോചിക്കും. നീ എന്താ രൂപ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല ഏട്ടാ. എങ്ങനെയെങ്കിലും സരയുടെ കുഞ്ഞിനെ കളഞ്ഞിട്ട് കല്യാണിയും കൊന്നിട്ട് കിരൺ മോനെയും കല്യാണി മോളെയും കൂടെ സരയും മോളെയും കൂടെ ഒന്നിപ്പിക്കാന്നുള്ള ആലോചനയില്ല ഞാൻ. അത് നടക്കും ഏട്ടാ. ഈ ജന്മത്ത് കല്യാണി അല്ലാതെ കിരൺ മറ്റൊരാളെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കല്യാണി മരിച്ചാലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് കിരൺ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കല്ലുമോനും കൂടെ ഉള്ളപ്പോൾ. അത് കേട്ടതും രാഹുൽ ഒന്ന് ആലോചിക്കുക. കല്ലുമോൻ, നീ നല്ല ഐഡിയ ആണ് രൂപ കൊടുത്തത്. കല്ലുമോനെ കൂടെ നമുക്ക് ഇല്ലാതാക്കാം. എന്തൊരു ദുഷ്ടതയായ മനസ്സേട്ടൻ്റേത്. ഈ കിടപ്പ് കിടക്കുമ്പോഴും ആ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഏട്ടൻ പറയുന്നത്. കേട്ടല്ലോ, ഞാൻ പറഞ്ഞു വലിയവരോട് എന്ത് തെറ്റ് വേണമെങ്കിലും ഏട്ടൻ ചെയ്തോ, പക്ഷെ കുഞ്ഞുങ്ങളോടത് വേണ്ട. കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഏട്ടൻ ഇങ്ങനെ പറയുന്നത്? ഏട്ടാ വേണ്ട ഏട്ടാ, അങ്ങനെ ഒന്നും തീരുമാനിക്കരുത് രൂപേ. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. കല്യാണി ഇല്ലാണ്ടായ നീ അവനോട് സ്നേഹത്തോടെ പറഞ്ഞ അവനത് കേൾക്കും. നീ തറപ്പിച്ച് പറഞ്ഞ അവൻ സരയുനെ കല്യാണം കഴിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഏട്ടാ അതിന് സരയു സമ്മതിക്കണ്ടേ? സരയു സമ്മതിക്കും. അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. മനോഹർ എന്ന് പറയുന്നവൻ്റെ സ്വഭാവമല്ല അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ കിരണിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കും. അങ്ങനെയാണെങ്കിലും കിരൺ സമ്മതിക്കില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാൽ പിന്നെ ഏട്ടനൊരു കാര്യം ചെയ്യും, ആ കുഞ്ഞിനെ കൊല്ലുമൊന്നും വേണ്ട. എല്ലാ സത്യങ്ങളും സരയുനോട് തുറന്നു പറയാൻ പാടില്ലേ? എൻ്റെ രൂപയെ ഞാൻ സരയുനോട് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുക. പല പ്രാവശ്യം അങ്ങും ഇങ്ങും തൊടാതെ ഞാനെല്ലാം പറയാൻ നോക്കിയതാ. പക്ഷെ എന്നിട്ടും അവർക്ക് എന്നെ വട്ടനെന്ന് വിളിക്കാനേ നേരമുള്ളൂ. എനിക്ക് പ്രാന്താണെന്ന് അവർ പറയുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും അവർക്കതൊരു ഞാൻ ഒരു പ്രാന്തം പറയുന്ന പോലെ തോന്നുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് സരയുനോട് ഇതൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവും ചന്ദ്രേട്ടാ. ആദ്യം ചന്ദ്രേട്ടനൊന്ന് ഈ കിടന്നിടത്തുനിന്ന് എഴുന്നേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. രൂപേ, എത്രയും പെട്ടെന്ന് കിരണിൻ്റെയും സരയുൻ്റെയും കല്യാണം നടക്കണം. എൻ്റെ മോളുടെ ജീവിതം ഒരു സുരക്ഷിതത്വത്തിലാക്കണം. നിൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതത്വത്തിലാക്കാൻ വേണ്ടി എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ നീ? നടക്കില്ലടാ, ഈ ജന്മത്ത് നടക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കല്യാണിമോളെ കൊല്ലാൻ നിന്നെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കില്ല. എന്തൊക്കെ ചെയ്താലും നിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ ശിക്ഷിക്കൂടാ. രാഹുലേട്ടാ, ഇനി വേറെ പ്രവൃത്തിയൊന്നും ചെയ്യണ്ട. കിരണിനെതിരോ കല്യാണിക്കെതിരോ എന്തെങ്കിലും ചെയ്താൽ ആ ചന്ദ്രസേനൻ അടങ്ങിയിരിക്കില്ല. ഓർമ്മയുണ്ടല്ലോ? ഇപ്പം തന്നെ ഏട്ടനെ ഈ കിടപ്പ് കിടക്കാൻ കാരണക്കാരനായത് അയാളാണ്. ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞാലും ഏട്ടനെ അതിനെന്നെ വിടുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഏട്ടൻ സൂക്ഷിക്കണം, മനസ്സിലായോ എന്നൊക്കെ പറയാം. അതേ രൂപേ, എനിക്ക് നല്ല പേടിയുണ്ട് രൂപേ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ കിടക്കുക. ഇത് കേട്ടതും രൂപ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയെന്നാൽ ശരി ഏട്ടാ, ഞാൻ പോയിട്ട് പിന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ പോയി കഴിഞ്ഞതും രാഹുൽ ആലോചിക്കുക, കൊല്ലണം, എങ്ങനെയെങ്കിലും ആ കല്യാണിയെ കൊല്ലണം. പിന്നെ ആ കല്ലുമോനെയും, അത് രണ്ടെണ്ണവും അതായി കഴിഞ്ഞാൽ സരയുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലണം. എല്ലാത്തിനെയും കൊന്നു കഴിഞ്ഞാൽ സമാധാനമാവും. പിന്നെ എൻ്റെ മോളും കിരണും ഒന്നിക്കണം, അതിനെ ഒന്നിപ്പിച്ചേ മതിയാകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണും കല്യാണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കിരൺ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ കല്യാണി, നീ അത് ശ്രദ്ധിച്ചായിരുന്നോ? എന്ത്? രഞ്ജന ആൻറ്റിയാണ് രഞ്ജനെ വിട്ടതെന്ന് കല്യാണിയെ കൊല്ലാൻ. അത് അച്ഛനോട് ആരാ പറഞ്ഞത്? അത് കേട്ടതും അത് ഞാനാ പറഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഏയ് ഇല്ല കല്യാണി, അത് നിനക്ക് തെറ്റുപറ്റിയതാ. നീ അത് അച്ഛനോട് പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞത്? അത് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അമ്മയാ. ഒന്ന് പോകിരണേട്ടാ. ഏത് നേരം അച്ഛനും അമ്മയും ഇങ്ങനെ സംശയിക്കുന്ന എന്തിനാ? ഞാൻ സംശയിക്കുന്നതല്ല, ഞാൻ പറയുന്നത് ആ സത്യം. എന്തൊക്കെ സംഭവിച്ചാലും അമ്മയും അച്ഛനും തമ്മിൽ കാണുന്നുണ്ട്, മിണ്ടുന്നുണ്ട്. അതുകൊണ്ടല്ലേ അച്ഛൻ ആൻറ്റിയാണ് രഞ്ജന വിട്ടതെന്ന് മനസ്സിലാക്കിയത്. എൻ്റെ കിരണേട്ടന് വേറെ ജോലിയൊന്നുമില്ലേ? എത്ര പ്രാവശ്യം ഇതും പറഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും പിന്നാലെ പോയി. എന്നിട്ട് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ? അവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയും കണ്ടതുമില്ല. പിന്നെ ഇനിയിപ്പോൾ വീണ്ടും അതിൻ്റെ പിന്നാലെ തന്നെ നടക്കുവാണോ? അല്ല കല്യാണി, എനിക്ക് നല്ല സംശയമുണ്ട്. അമ്മയും അച്ഛനും തമ്മിൽ ഇനിയും കാണുന്നുണ്ട്. പല പ്രശ്നങ്ങൾക്കിടയിൽ നമ്മളത് നിർത്തിവെച്ചു. എന്തായാലും ഇനി അത് വേണ്ട, നമ്മൾ അന്വേഷണം തുടരും. അങ്ങനെ അന്വേഷിക്കാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നും കല്യാണി പറയുമ്പോഴേക്കും രൂപ ഫോൺ വിളിക്കുക. കിരണേട്ടാ, അമ്മയെ വിളിക്കുന്നത്. എടുക്കുക കല്യാണി. ഹലോ അമ്മേ, എന്താ അമ്മേ? മോളെ എവിടെയാ? ഓഫീസിലാ അമ്മേ. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ അമ്മേ? മോളും
കിരൺ മോനും കൂടെ പോയി ആ ബകാസുരനെ ഒന്ന് കാണണം. അത് കേട്ടതും എന്തിനാ അമ്മേ, എന്തിനാ അവനെ കാണുന്നേ? അത് പിന്നെ മോളെ കൊല്ലാൻ നോക്കിയവനല്ലേ, അവൻ്റെ മുഖത്ത് നോക്കി 5-6 വർത്താനം പറയണ്ടേ മോളെ. മോൾക്ക് ഒരാപത്ത് സംഭവിക്കില്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണം, അവനെ നോക്കി വെല്ലുവിളിക്കണം. അത് കേട്ടതും അതൊക്കെ വേണോ അമ്മേ? വേണം മോളെ. അങ്ങനെ ചെയ്താലേ അവൻ്റെ അഹങ്കാരം ഇത്തിരി കുറയൂ. എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഇത്തിരി വാശി കൂടുതലാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? കിരണിനെയും സരയുനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും കിരണേട്ടൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അതെനിക്കറിയാം മോളെ. കിരൺ അടുത്തുണ്ടോ? ഇല്ലമ്മേ, കിരണേട്ടൻ പുറത്തു പോയിരിക്കുക. ഇവിടെ ഞാനും കല്ലുമോനും കൂടെ ഇരിക്കുക. ആണോ? കല്ലുമോനും കൂടെ ഉണ്ടോ? എന്നാൽ ഞാൻ വീഡിയോ കോളിൽ വരാം മോളെ. ശരി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്ത. കിരണേട്ടാ പെട്ടെന്നൊന്ന് മാറിയെന്നേ, അമ്മ വീഡിയോ കോൾ വിളിക്കുക. ശരി കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് മാറി. അപ്പോഴേക്കും രൂപ ഫോൺ വിളിക്കുകയാണ്. മോനോ, കല്ലുമോനെ, ചക്കരേ, പൊന്നെ എന്നും പറഞ്ഞൊക്കെ കളിപ്പിക്കുക. ഇങ്ങനെ വീഡിയോ കോളിലൂടെ മോനെ കണ്ടാൽ മതിയോ? കൊച്ചുമോനെ എന്നും എടുത്ത് താലോലിക്കാൻ ആഗ്രഹമില്ലേ? അതൊക്കെ ഉണ്ട് മോളെ, അതൊക്കെ ശരിയാവും. അതിനൊക്കെയുള്ളൊരു സമയം ഒത്തുവരും. അത് നമ്മളായിട്ടുണ്ടാക്കണം. ഒത്തുവരും എന്നും പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെ, എന്തായാലും അച്ഛനുമായിട്ട് ഒന്നിക്ക്. അതിനുശേഷം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ ആങ്ങളെന്ന് പറയുന്ന ആ കാലൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം അതൊന്നും നടക്കില്ല എന്നാ മോളെ എനിക്ക് തോന്നുന്നേ. ജീവിതകാലം മുഴുവനും അവനെ അങ്ങനെ തളർത്തിയിടണം, എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. അത് കേട്ടതും എല്ലാം നടക്കും അമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കും. എന്തായാലും അങ്കളെന്ന് പറയുന്ന ആ ദുഷ്ടൻ ഇനി ഒരിക്കലും കൊല്ലാൻ വേണ്ടി വരില്ല, അതെനിക്ക് ഉറപ്പാണ് മോളെ. നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് നീ പോയി അവനെ കാണണം, കണ്ട് 5-6 വർത്താനം പറയണം. അറിയാലോ, രഞ്ജൻ ഒരു കള്ളനാണെന്ന് നീ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു ജീവനോടെ. അതുകൊണ്ടാണ് പറയുന്നത്. ശരി അമ്മേ, അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പോയി കാണാം, അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് കല്യാണി ഫോൺ വയ്ക്കുക. ഈ സമയം കിരൺ അങ്ങോട്ട് വരിക. എന്താ കല്യാണി, എന്താ അമ്മ പറഞ്ഞത്? അമ്മ പറയുക അങ്കളെ ഒന്ന് പോയി കാണാൻ. അത് നല്ല കാര്യമാണ്, അതെനിക്കും തോന്നിയായിരുന്നു. അതെന്തിനാ കിരണേട്ടാ? നിന്നെ കൊല്ലാൻ നോക്കിയവളൻ അവനല്ലേ അവൻ. അതുകൊണ്ട് അവനെ ഒന്ന് കണ്ട് 5-6 വർത്താനം അവൻ്റെ മുഖത്ത് നോക്കി പറയണ്ടേ? കൊല്ലാൻ പോയ നീ ചത്തിട്ടില്ലെന്ന് അവൻ്റെ മുന്നിൽ പോയി നിന്നൊന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് തന്നെ നീ അവിടെ പോയി സംസാരിക്കണം കല്യാണി എന്നും പറയുക. എന്നാൽ പിന്നെ വാ, നമുക്ക് അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് 2 പേരും പോയി. കോളിംഗ് ബെൽ അടിച്ചതും സരയി വാതിൽ ഉറക്കുക. ഓ നീയാണോ? എന്താടാ? എന്ത് വേണം? നിൻ്റെ അച്ഛനിവിടെ ഇല്ലേ? ഞങ്ങൾ നിൻ്റെ അച്ഛനെ കാണാൻ വന്നതാ. ഓ, എൻ്റെ അച്ഛൻ്റെ കിടപ്പ് അത് കണ്ട് ആസ്വദിക്കാൻ വന്നാണോ നീ? അതെ, അത് കണ്ട് ആസ്വദിക്കാൻ തന്നെ വന്നതാ. എന്താ നിനക്ക് ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ നിൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ തല്ലിയാ എന്നെ പറഞ്ഞു വിടാറ്. എന്താടി, നിനക്ക് എന്നെ തല്ലണോ? എന്നാ തല്ല് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം മുമ്പിലേക്ക് ചെല്ലുക. അപ്പോൾ സരയു പേടിച്ച് പറിച്ച് നിൽക്കുക. എന്തായാലും ഒരാണ് പെണ്ണിനെ തല്ലി അത് കേസാവും. പക്ഷെ പെണ്ണും കൂടെ തല്ലുകയാണെങ്കിൽ അതൊരിക്കലും കേസാവില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ അയക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ കയ്യും കെട്ടി നിൽക്കുമ്പോൾ മനോഹർ വരിക. എന്താ ഇവിടെ? എടാ നീ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ സാറെന്താ ഇവിടെ? ഞാനേ നിൻ്റെ അമ്മായി അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. അതിനെന്താ സാറേ, അകത്ത് പോയി കണ്ടോ? മനുവേട്ടാ. എന്താ കല്യാണി, കിരൺ സാറിൻ്റെ അങ്കിളല്ലേ, അദ്ദേഹം കണ്ടോട്ടെ, അതിനെ തടയുന്നത് എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ. അത് കേട്ടതും കല്യാണിയും കിരണും കൂടെ അങ്ങ് അകത്തേക്ക് പോവുക. എന്താ, അദ്ദേഹം മുകളിലാണെന്ന് തോന്നുന്നു. അതേ കിരൺ സാറേ, അദ്ദേഹം മുകളിലാ. അത് കേട്ടതും കിരണും കല്യാണിയും കല്ലുമോനും കൂടെ മുകളിലേക്ക് പോയി. ഈ സമയം മനുവേട്ടൻ അവരെ തടയായിരുന്നില്ലേ? എൻ്റെ പൊന്നെ, ഞാനൊന്നുമില്ല അവരെ തടയാൻ. അത് തന്നെയല്ല, ആ കല്യാണിക്ക് ഭയങ്കര ശക്തിയാണ്. അവളും അവനും കൂടെ ചേർന്ന് അടിച്ചൊരു മൂലക്കിരുത്തും നമ്മളെ. അതുകൊണ്ട് വേണ്ട. അയ്യേ, ആ കല്യാണിയെ തടയാനുള്ള ശക്തി പോലും മനുവേട്ടനില്ല. കല്യാണിയെ തടയാനുള്ള ശക്തി എനിക്കുണ്ട്, കിരണിനെയും തല്ലാനുള്ള ശക്തിയുണ്ട്. പക്ഷെ അവർ 2 പേരെയും നമ്മൾ തല്ലി ഒതുക്കി കഴിയുമ്പോൾ ആ സേനൻ്റെ ഗുണ്ടകളിങ്ങ് വരും. അവരെങ്ങാനും വന്ന് നമ്മൾ 2 പേരെയും തല്ലിയാൽ എന്ത് ചെയ്യും? അച്ഛൻ്റെ അവസ്ഥ തന്നെ നമുക്കും ഉണ്ടാവണോ സരയു മോളെ? അതുകൊണ്ട് നമ്മൾ ഇവരോടൊക്കെ മയത്തിൽ സംസാരിച്ച് അങ്ങ് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നാളെ അത് നമുക്ക് തന്നെ തലവേദനയായിട്ട് മാറും. എന്തൊക്കെ സംഭവിച്ചാലും അവർ 2 പേരും അങ്ങ് ഒന്നിച്ചോട്ടെന്നേ, സംസാരിച്ചോട്ടെന്നേ. അതിലെന്താ നമുക്കിത്ര പ്രശ്നം? എന്നാലും മനുവേട്ട, അവളുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ എൻ്റെ സങ്കടം. അതിനൊക്കെയുള്ള അവസരം നമുക്ക് വരും. എന്തായാലും ആ കുഞ്ഞൊന്ന് ജനിച്ചോട്ടെ. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് അമേരിക്കയ്ക്ക് പോവാം. അവിടെ ആരാ വരുന്നത് ഞാനൊന്ന് നോക്കട്ടെ. നമുക്കവിടെ ഒരു സമാധാനക്കേടും ഉണ്ടാവില്ല. എന്താ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ സരയുനെ ഇങ്ങനെ സോപ്പിട്ടിട്ട് അവിടെ മാറിക്കോ. ഈ സമയം രാഹുൽ അവിടെ കിടക്കുകയാണ്. അപ്പോഴേക്ക് കിരൺ, ഓ മോൻ വന്നോ? മോനെ ഒന്ന് കാണണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചായിരുന്നു. എന്നാലും അങ്കളെ, ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നും കിരൺ. അത് കേട്ടതും അത് നീ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, നീ എന്നെ എത്രയൊക്കെ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല മോനെ.
നീ എന്നെ കാണാൻ വന്നല്ലോ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാപ്പോഴേക്കും ഞാൻ മാത്രമല്ല കാണാൻ വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് എന്നും പറയുമ്പോഴേക്കും കല്യാണി അകത്തേക്ക് വരികയാണ്. ഇവളും ഇവനും ഒരുമിച്ച് വരാൻ പാടില്ല, ഒരുമിച്ച് നിൽക്കാൻ പാടില്ല. നിങ്ങളെന്താ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ഇവൾ ജീവനോടെ ഉണ്ടോയെന്നല്ലേ? എൻ്റെ അങ്കളെ എൻ്റെ കല്യാണി ഒരിക്കലും മരിക്കില്ല, അവൾക്ക് ഒരാപത്തും സംഭവിക്കില്ല. അവളുടെ പിന്നാലെ ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ കല്യാണിയെ കൊല്ലാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ വിട്ട രഞ്ജൻ്റെ ദൗത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്നെ ഇതുപോലെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എത്രയൊക്കെ ആൾക്കാരെ വിട്ടാലും എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഒന്നും നടക്കില്ല അങ്കളെ. അതെന്താ കാരണമെന്നറിയാമോ? ദൈവം എന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ട്, കേട്ടല്ലോ. പണ്ടത്തെ ഊമയായ പാൽക്കാരി പെണ്ണ് കല്യാണിയല്ല, ഇപ്പോൾ ഇവള് എന്നേക്കാൾ മുകളിലാണ്. അതുകൊണ്ട് അങ്കിൾ കൂടുതലൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട, നടക്കത്തുമില്ല. പിന്നെ അങ്കളുടെ മോള് അവിടെ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. അവൾ ഞങ്ങളെ കടത്തി വിടാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും അവൾ തല്ല് കിട്ടാണ്ട് ജീവിച്ചു പോകണമെന്ന് അങ്കിളിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മോളോട് വായു അടക്കി ഒരു മൂലയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞേക്ക്. ഇനി ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്താൽ ജീവിതകാലം മുഴുവനും അങ്കളെ ഈ കടപ്പ് കടത്താൻ എൻ്റെ അച്ഛന് പറ്റും, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണും പറഞ്ഞിട്ട് അങ്ങനെ പോവുക. ആ സമയം രാഹുൽ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുക, അങ്ങനെ എന്നെ വിളിച്ചു പോരുത് നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് കിരൺ പോകുന്നത്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് സ്വന്തം അച്ഛൻ മകളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന ആ ക്രൂരമായ നിമിഷമാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.